AP വിഭാഗം SYSന്റെ പ്രതിനിധി കൂടിയാണ് ശ്രീ കെ ബി ബഷീർ. അദ്ദേഹം നേരത്തെ ശ്രീ കെ ബി ബഷീർ, എന്തായാലും സലാം പറഞ്ഞതിനോട് 100% നിങ്ങൾ യോജിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ നേരത്തെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PMA സലാം അതുമായി ബന്ധപ്പെട്ട് ചേർത്തു പറഞ്ഞതാണോ അല്ലയോ എന്നത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. അതല്ല അത് സ്വതന്ത്രമായ മറ്റൊരു നിലപാടാണോ എന്നത് ഞങ്ങൾക്കറിയില്ല. അത് അവരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയാണ് അത് വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾ നേരത്തെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയും ഈ ചർച്ചയിൽ വരാൻ തയ്യാറായിട്ടില്ല. അത് ഒരു കാരണം എന്ന് പറയുന്നത് അതെ പറ്റില്ല. സലാമിനോട് യോജിപ്പില്ലാത്ത ഒരു വലിയ വിഭാഗം ലീഗിലുണ്ട്. അതുകൊണ്ട് വന്നാൽ തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ടി വരും. അത് അവർക്ക് പറ്റുകയില്ല. അതുകൊണ്ടായിരിക്കാം. ശരി ബഷീർ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സങ്കലനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയിൽ പലരുടെയും പ്രതികരണങ്ങൾ അത് സംബന്ധിയായി പിന്നീട് വരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇവിടെ ഉന്നയിച്ച ആശയം, ഈ ചർച്ചയ്ക്ക് ആധാരമായി നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്യൻ ആശയമാണ് എന്ന് നമുക്ക് സ്വാഭാവികമായും പറയാൻ കഴിയും. കാരണം ഒരിക്കലും സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല എന്നത് സുതാരം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടത് ജെൻഡർ ജസ്റ്റിസ് ആണ് എന്ന നിലപാട് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും അല്ലാതെയും ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. നിങ്ങൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ആർത്തവാവധി സ്ത്രീയും പുരുഷനും ഈ വ്യായാമം ഒരുമിച്ച് ചെയ്യാതെ അവരെ മാറ്റി നിർത്തിയാൽ ഈ ജെൻഡർ ജസ്റ്റിസ് അത് പുരുഷൻ ആവശ്യപ്പെടാൻ കഴിയുന്ന ഒന്നല്ല, സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായതാണ്. ഇതിൽ നിന്ന് തന്നെ ഈ ഒരു ലളിതമായ യുക്തിയിൽ നിന്ന് തന്നെ കാന്തപുരത്തിന്റെ നിലപാട് തന്നെ ഈ വ്യായാമ മുറകളുടെ സമയത്ത് സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കരുത് എന്നാണല്ലോ, ഒരുമിച്ച് വ്യായാമം നടത്തരുത് എന്നാണല്ലോ. അത് അങ്ങനെ പറയുന്നത് ഈ ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്ന കാര്യമാണോ, ഈ ലിംഗനീതി എന്ന് പറയുന്ന കാര്യം? ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് അനിയന്ത്രിതമായ സ്ത്രീ സ്വാതന്ത്ര്യവും അതുപോലെ തുല്യതയും സമത്വവും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന രാജ്യങ്ങൾ, ഇപ്പൊ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ നമുക്ക് പ്രത്യേകമായി ഉദാഹരിച്ചുകൊണ്ട് എല്ലാവരും പറയാറുണ്ട്. ഈ സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് പറഞ്ഞതിന്റെ ഒരു ലളിതമായ ഉദാഹരണം ഈ അടുത്ത് അവിടെ നിന്ന് പുറത്തു വന്ന ഒരു പഠനത്തിൽ പറയുന്നത്, അവിടെ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെയുള്ള സ്ത്രീകൾ അവർ സ്റ്റെം വിഭാഗത്തിൽ പെടുന്ന കോഴ്സുകൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കാതെ അതിൽ നിന്ന് പിൻവലിയുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് അതുപോലെ മാത്സ് വിഭാഗത്തിൽ പെടുന്ന വിഷയങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു നിൽക്കുന്നു. അവിടെ അവരതിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് സ്ത്രീകൾ അതിൽ നിന്ന് പിൻവലിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം പഠനങ്ങൾക്ക് കാരണം ഓരോ മൈക്രോ സെക്കൻഡിലുമാണ് ലോകത്ത് ടെക്നോളജിയിലും മറ്റൊക്കെ വലിയ വലിയ വിപ്ലവങ്ങൾ, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല കണ്ടിന്യൂറ്റിയും ഏകാഗ്രതയും അങ്ങനെ തുടങ്ങി പലതും ആവശ്യമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുന്നു. അതിനർത്ഥം ഈ പറഞ്ഞ പ്രസവവുമായി ബന്ധപ്പെട്ട ആർത്തവുമായി ബന്ധപ്പെട്ടൊക്കെ അവധി നൽകുന്ന രാജ്യത്തും സംസ്ഥാനത്താണ് നമ്മളുള്ളത്. അതൊരു പുരോഗമനപരമായ ആശയം കൂടിയാണ്. നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ തൊഴിലിടത്തിൽ അത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു തുടർച്ച നഷ്ടപ്പെടുന്ന സാഹചര്യം അങ്ങനെ അപ്രായോഗികമായ ഒരു ആശയത്തിന് വേണ്ടി നമ്മൾ എന്തിനാണ് സമയം കളയുന്നത്, വാദിക്കുന്നത് എന്നതാണ്. ഈ ആശയത്തെ മുന്നിൽ വെക്കുന്നത് കൊണ്ട്, ഈ അപ്രായോഗികമായ ആശയത്തെ നമ്മൾ മുന്നിൽ വെക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്? ഒരിക്കലും ഞങ്ങൾ സ്ത്രീകളെ ശത്രുപക്ഷത്ത് നിർത്തുകയോ അല്ലെങ്കിൽ ഇടിച്ചു താഴ്ത്തുകയോ നിങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത് പോലെ പറയുന്നത് പോലെ രണ്ടാം തര പൗരന്മാരായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നില്ല. ഒരിക്കലും സ്ത്രീ പുരുഷനേക്കാൾ മുകളിലാണ് എന്നോ പുരുഷൻ സ്ത്രീയേക്കാൾ മുകളിലാണ് എന്നോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള ഉയർച്ച താഴ്ചകൾ ഉണ്ട് എന്നോ ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മേലിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത്? കാര്യം വ്യക്തമാണല്ലോ. മതപണ്ഡിതരുടെ വഴിക്ക്